ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജ്യുമെന്റോ. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ലാംഗ്വേജ് പ്രോസസ്സർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ഒരു ലാംഗ്വേജ് പ്രോസസ്സറിലോട്ട് നമ്മൾ ഒരു സോഴ്സ് പ്രോഗ്രാമിനെ ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ ആ ഇൻപുട്ടിനെ, അതായത് ആ സോഴ്സ് പ്രോഗ്രാമിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, അനാലിസിസ് ഓഫ് ദ സോഴ്സ് പ്രോഗ്രാം, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതാണ് ഒരു ലാംഗ്വേജ് പ്രോസസ്സിംഗ് സിസ്റ്റത്തിന്റെ ഫിഗർ. അപ്പൊ നിങ്ങളോട് ഒരു സോഴ്സ് പ്രോഗ്രാമിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ സെയിം ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ സോഴ്സ് പ്രോഗ്രാം. ഈ സോഴ്സ് പ്രോഗ്രാമിനെ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് 4 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ട് ഇസ് ദ പ്രീ പ്രോസസർ, സെക്കൻഡ് വൺ ഇറ്റ്സ് എ കമ്പൈലർ, തേർഡ് ഇസ് എ അസംബ്ലർ, ആൻഡ് ഫൈനലി ഫോർത്ത് വൺ ഈസ് ദ ലിങ്കർ ആൻഡ് ലോഡർ. അപ്പൊ ഇങ്ങനെ 4 കോമ്പണൻസ് ആണ് ഒരു ലാംഗ്വേജ് പ്രോസസ്സിംഗ് സിസ്റ്റത്തിനുള്ളത്. ഫസ്റ്റ് ഒരു പ്രീ പ്രോസസർ ഉണ്ട്. ആ പ്രീ പ്രോസസറിലോട്ട് നമ്മളുടെ സോഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അപ്പൊ ഈ സോഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ സ്കെലിറ്റൽ പ്രോഗ്രാം എന്ന് പറയും. അതാണ് നമ്മൾ ടൈപ്പ് ചെയ്തേക്കുന്ന, നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന നമ്മളുടെ പ്രോഗ്രാം. ആ സ്കെലിറ്റൽ പ്രോഗ്രാമിനെ നമ്മൾ പ്രീ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ, പ്രീ പ്രോസസിംഗിന്റെ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പൊ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സ്കെലിറ്റൽ പ്രോഗ്രാമിനെ പ്രീ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് പ്രോഗ്രാം കിട്ടും. ഇനി നമ്മൾ ആ മോഡിഫൈഡ് സോഴ്സ് പ്രോഗ്രാമിനെ കമ്പൈലറിലോട്ട് കൊടുക്കും. അപ്പൊ നമുക്കറിയാം, നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ട്, കമ്പൈലർ എന്തിനു വേണ്ടിയിട്ടാ? നമുക്കൊരു സോഴ്സ് പ്രോഗ്രാമിനെ കമ്പൈലറിലോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്ത് കിട്ടും? നമുക്കൊരു ഒബ്ജക്ട് കോഡ് ക്രിയേറ്റ് ചെയ്ത് കിട്ടും, അല്ലെ? ആ കോഡ് എന്ന് പറയുന്നത് either it will be in assembly language or it can be in machine code. അപ്പൊ either assembly language അല്ലെങ്കിൽ മെഷീൻ കോഡിലുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും നമുക്ക് കമ്പൈലറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കമ്പൈലറിന്റെ ഔട്ട്പുട്ട് അസംബ്ലി പ്രോഗ്രാം ആണ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു അസംബ്ലർ വേണം, in order to convert the assembly code to machine code. അതല്ല, നമ്മുടെ കമ്പൈലറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് മെഷീൻ കോഡ് ആണ് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ അസംബ്ലറിന്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ലിങ്കർ ആൻഡ് ലോഡറിലോട്ട് ആ മെഷീൻ കോഡിനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഈ കമ്പൈലറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ അസംബ്ലി ലാംഗ്വേജ് ആയിരിക്കും അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആയിരിക്കും. അസംബ്ലി ലാംഗ്വേജ് ആണെങ്കിൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അസംബ്ലർ ആവശ്യമാണ്. അതാണ് തേർഡ് സ്റ്റെപ്പ്. ഇനി അതല്ല, കമ്പൈലറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെഷീൻ കോഡ് ആണെങ്കിൽ ആ മെഷീൻ കോഡിന് നമുക്ക് ഓൾറെഡി മെഷീൻ കോഡ് കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ അസംബ്ലറിന്റെ ആവശ്യമില്ല. നമുക്ക് ആ കമ്പൈലറിൽ നിന്ന് കിട്ടുന്ന മെഷീൻ കോഡിനെ ഡയറക്റ്റ് ലിങ്കർ ലോഡറിലോട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റെപ്സ്, കമ്പൈലറും അസംബ്ലറും. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലിങ്കർ ഓർ ലോഡർ. ലിങ്കർ ഓർ ലോഡർ എന്ന് പറയുന്നത് അത് ആക്ച്വലി 2 പാർട്സ് ആണ്. ലിങ്കർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ലോഡർ എന്ന് പറയുന്ന വേറൊരു സിസ്റ്റം ഉണ്ട്. ഈ ലിങ്കർ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള മെഷീൻ കോഡ്, ഒന്നുകിൽ കമ്പൈലറിൽ നിന്ന് ഡയറക്റ്റ് കിട്ടിയ മെഷീൻ കോഡ്, അതല്ലാന്നാണെങ്കിൽ അസംബ്ലർ വഴി ജനറേറ്റ് ചെയ്തിട്ടേക്കുന്ന മെഷീൻ കോഡ്. ആ മെഷീൻ കോഡ് റീലൊക്കേറ്റബിൾ മെഷീൻ കോഡാണ്. അപ്പൊ അതിനെ നമ്മൾ ഈ റീലൊക്കേറ്റബിൾ ആയിട്ടുള്ള ഓരോ പാർട്സിനെയും ലിങ്ക് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഓരോ ഫേസ് പറയുമ്പോൾ പറയാം. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, ഈ റീലൊക്കേറ്റബിൾ ആയിട്ടുള്ള മെഷീൻ കോഡുകളെ എല്ലാത്തിനെയും കൂടി നമുക്ക് ലിങ്ക് ചെയ്ത് ഒരു സിംഗിൾ കോഡ് ആക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ലൈബ്രറി ഫയൽസ്, അതുപോലെ വേറെ ഒബ്ജക്ട് ഫയൽസ്, ഇതിനെ എല്ലാത്തിനെയും കൂടി ലിങ്ക് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്കൊരു സിംഗിൾ പ്രോഗ്രാം ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ലിങ്കർ ഉള്ളത്. അപ്പൊ ലിങ്കർ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ, ലിങ്കിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഡ് കിട്ടും. ഇനി ആ കോഡിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. നമ്മളൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് എല്ലാം ചെയ്ത് വെക്കുമ്പോൾ അത് നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലാണ് ഉണ്ടാവുക. ഈവൻ നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാലും അത് സെക്കൻഡറി മെമ്മറിയിലായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ അതിനെ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ, അതിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെക്കൻഡറി മെമ്മറിയിൽ കിടക്കുന്ന പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ആ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കോഡിനെ പ്രൈമറി മെമ്മറിയിലോട്ട് ലോഡ് ചെയ്തെടുക്കണം. പ്രൈമറി മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ പ്രോഗ്രാമിനെ റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ആ ഒരു പ്രോസസ് ഓഫ് ലോഡിംഗ് ദ പ്രോഗ്രാം ഫ്രം ദ സെക്കൻഡറി മെമ്മറി ടു ദ പ്രൈമറി മെമ്മറി, ആ ടാസ്ക് ചെയ്യുന്നത് ലോഡർ ആണ്. ക്ലിയർ? അതാണ് ലിങ്കർ ആൻഡ് ലോഡർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഒരു സോഴ്സ് പ്രോഗ്രാമിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. സോ ദ ഫസ്റ്റ് പാർട്ട് ഈസ് പ്രീ പ്രോസസിംഗ്. പ്രീ പ്രോസസിംഗിലോട്ട് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം, അതായത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന, യൂസർ എഴുതിയേക്കുന്ന പ്രോഗ്രാം, അതാണ് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം.
അതുപോലെ പ്രീ പ്രോസസ്സിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് പ്രോഗ്രാമിന് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അപ്പൊ ഈ പ്രീ പ്രോസസ്സിംഗിൽ മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് ടാസ്കുകളാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫയൽ ഇൻക്ലൂഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മാക്രോ പ്രോസസ്സിംഗ്. മാക്രോ പ്രോസസ്സിംഗ് ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് മാക്രോ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഫയൽ ഇൻക്ലൂഷൻ എന്താന്ന് നോക്കാം. ഫയൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ സോഴ്സ് പ്രോഗ്രാമിൽ സപ്പോസ് ദാറ്റ് വി ആർ റൈറ്റിംഗ് എ സി പ്രോഗ്രാം. ഓക്കെ, അപ്പൊ നമ്മൾ സി പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഹാഷ് ഇൻക്ലൂഡ് stdio.h അല്ലെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് conio.h അങ്ങനെയൊക്കെ നമ്മൾ ഹെഡർ ഫയൽസ് ആഡ് ചെയ്യാറില്ലേ? അപ്പോൾ സോഴ്സ് പ്രോഗ്രാമിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു സെന്റൻസ് ആണ് എഴുതിയിട്ടുണ്ടാവുള്ളൂ അല്ലെ? പക്ഷെ ഈ stdio എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? ആക്ച്വലി ഇറ്റ്സ് എ ഹെഡർ ഫയൽ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ ആണ്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ stdio.h എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഓൾറെഡി റിട്ടൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രോഗ്രാമിലോട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം stdio.h എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഫയലിന് നമ്മളുടെ പ്രോഗ്രാമിലോട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഈ stdio.h എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഫുൾ എഴുതാണ്ട് നമ്മൾ ജസ്റ്റ് ആ ഹെഡർ ഫയലിന് ഹാഷ് ഇൻക്ലൂഡ് വെച്ചിട്ട് കൊടുത്താൽ മതി അല്ലെ? അപ്പൊ സോഴ്സ് പ്രോഗ്രാമിൽ നമ്മൾ അത്രേ ചെയ്യുന്നുള്ളൂ. പക്ഷെ പ്രീ പ്രോസസ്സിംഗ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ഹെഡർ ഫയൽ stdio.h എന്ന് പറയുന്ന ഫുൾ ഹെഡർ ഫയലിനെ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് റീപ്ലേസ് ചെയ്യും. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് പകരം ഈ ഒരു ഹെഡർ ഫയലിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്യും. അതാണ് നമ്മൾ ഫയൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫയൽസ് വേറെ എന്തെങ്കിലും ഹെഡർ ഫയൽസ് തന്നെയല്ല, ഇപ്പൊ ചില പ്രോഗ്രാംസിൽ നമ്മൾ വേറെ ചില പ്രോഗ്രാംസിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസിനെയൊക്കെ നമ്മൾ ഈ പ്രീ പ്രോസസ്സിംഗ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ആ ഒരു പ്രോപ്പർ പൊസിഷനിലോട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഫയൽ ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മാക്രോ പ്രോസസ്സിംഗ്. മാക്രോ പ്രോസസ്സിംഗിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഇപ്പൊ പ്രോഗ്രാംസിന്റെ അകത്ത് നമ്മൾ എഴുതാറുണ്ട് ഹാഷ് ഡിഫൈൻ പൈ 3.14159. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എവിടെയൊക്കെ 3.14159 എന്ന് പറയുന്ന ഡിജിറ്റ് യൂസ് ചെയ്യണോ ആ ഒരു നമ്പറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? പൈ എന്ന് പറയുന്ന വാല്യൂ യൂസ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമ്മൾ പ്രോഗ്രാമിന്റെ അകത്ത് പ്രോഗ്രാമിന്റെ പല ലൈൻസിൽ ഇപ്പൊ ഞാൻ പൈ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാനൊരു 10th സ്റ്റേറ്റ്മെന്റിൽ പൈ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാനൊരു 15th സ്റ്റേറ്റ്മെന്റിൽ പൈ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രോഗ്രാമിന്റെ അകത്ത് പല പല സ്ഥലങ്ങളായിട്ട് പൈ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ആ പ്രോഗ്രാമിന്റെ മീനിങ് എന്താ? ഈ പൈന്ന് ഞാൻ എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ പൈ എന്നുള്ളതിന് പകരം ഈ 3.14159 എന്ന് പറയുന്ന വാല്യൂവിനെയാണ് നമുക്ക് കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ ആ വാല്യൂ എപ്പോഴും ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ സിമ്പിൾ ആയിട്ട് പൈന്ന് ടൈപ്പ് ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്തു പൈ എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇന്നതാണെന്നുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പ്രീ പ്രോസസ്സിംഗ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? എവിടെയൊക്കെ ഈ പൈ എന്ന് പറയുന്ന ടേംസ് യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം നമ്മൾ പൈ എന്നുള്ളതിന് പകരം 3.14159 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ മാക്രോ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രീ പ്രോസസ്സിംഗിന്റെ സമയത്ത് ചെയ്യുന്നത്. ഒന്ന്, എന്തൊക്കെ ഫയൽസ് നമ്മൾ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ആ ഫയൽസിനെയൊക്കെ ആദ്യം തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മൾ ഫയൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് മാക്രോ എക്സ്പാൻഷൻ ഓർ മാക്രോ പ്രോസസ്സിംഗ്. അതായത് നമ്മൾ ഇതുപോലെ ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ടേംസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യും. അതെല്ലാം നമ്മൾ എന്തെങ്കിലും മാക്രോസ് ഒക്കെ എഴുതിയിട്ടുണ്ടെന്നാണെങ്കിൽ അതിനൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് മാക്രോ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ് വഴിയാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രീ പ്രോസസ്സിംഗിൽ ചെയ്യുന്നത്. Now the second step is compiler or the compilation. അപ്പൊ പ്രീ പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മോഡിഫൈഡ് സോഴ്സ് പ്രോഗ്രാം, ആ മോഡിഫൈഡ് സോഴ്സ് പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കമ്പൈലറിലോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കമ്പൈലർ എന്ത് ചെയ്യും? കമ്പൈലറിന് ഡിഫറെന്റ് ഫേസസ് ഉണ്ട്. ഫേസസ് ഓഫ് ദ കമ്പൈലർ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കും. അപ്പൊ കുറെ ഫേസസ് ഉണ്ട്. ആ ഫേസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഫൈനലായിട്ട് നമുക്ക് കിട്ടണ ആ ഒരു കോഡ്, ആ കോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഒന്നുകിൽ അതൊരു അസംബ്ലി ലാംഗ്വേജിലുള്ള പ്രോഗ്രാം ആയിരിക്കാം, അതല്ലാന്നാണെങ്കിൽ മെഷീൻ കോഡിലുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കാം. എന്തായാലും ഇതിന് നമ്മൾ പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജസ് എന്നാണ്. അസംബ്ലി ലാംഗ്വേജിനെയും മെഷീൻ ലാംഗ്വേജിനെയൊക്കെ നമ്മൾ ലോ ലെവൽ ലാംഗ്വേജസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കമ്പൈലറിന്റെ ടാസ്ക് എന്ന് പറയുന്നത് മോഡിഫൈഡ് സോഴ്സ് പ്രോഗ്രാം. ഈ മോഡിഫൈഡ് സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സ്റ്റിൽ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇറ്റ്സെൽഫ്. അപ്പൊ അങ്ങനത്തെ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ കമ്പൈലറിന്റെ ടാസ്ക് എന്ന് പറയുന്നത്.
അപ്പൊ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് പറഞ്ഞു, ഇപ്പൊ കമ്പൈലർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ തേർഡ് സ്റ്റെപ്പ് ആയിട്ട് എന്ത് യൂസ് ചെയ്യും? ഒരു അസംബ്ലർ യൂസ് ചെയ്യും. ഈ അസംബ്ലർ എന്തിനാണെന്ന് വെച്ചാൽ ഇതിലോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അസംബ്ലർ യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല കമ്പൈലർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾറെഡി മെഷീൻ കോഡിലാണെങ്കിൽ നമുക്ക് അസംബ്ലറിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. അപ്പോൾ ഈ രണ്ട് മെഷീൻ കോഡ്, ഇപ്പൊ കമ്പൈലർ ഡയറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻ കോഡ് ആയാലും അതല്ല കമ്പൈലർ അസംബ്ലി ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അസംബ്ലി ലാംഗ്വേജിനെ നമ്മൾ അസംബ്ലറിലോട്ട് ഫെഡ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് കിട്ടണ മെഷീൻ കോഡ്, ഈ മെഷീൻ കോഡ് ആയാലും ഈ രണ്ട് മെഷീൻ കോഡിനെ നമ്മൾ പറയുന്നത് റീലൊക്കേറ്റബിൾ മെഷീൻ കോഡ് എന്നാണ്. ഇപ്പൊ മെഷീൻ കോഡ് 2 ടൈപ്സ് ആയിട്ട് നമുക്ക് പറയാം. റീലൊക്കേറ്റബിൾ മെഷീൻ കോഡ് ഉണ്ട്, അബ്സല്യൂട്ട് മെഷീൻ കോഡ് ഉണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ സെക്കൻഡ് ഫേസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ തേർഡ് ഫേസ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് റീലൊക്കേറ്റബിൾ ആയിട്ടുള്ള മെഷീൻ കോഡാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ കമ്പൈലറിന് ഡയറക്റ്റ് മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് കമ്പൈലർ അസംബ്ലി ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യുന്നത്? അസംബ്ലി ലാംഗ്വേജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് പിന്നീട് മെഷീൻ കോഡായിട്ട് രണ്ടാമത് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ അസംബ്ലർ യൂസ് ചെയ്യണം. അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് വരുന്നത് അല്ലെ? അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൈലറിന് മെഷീൻ കോഡ് ഡയറക്റ്റ് ജനറേറ്റ് ചെയ്യുന്നേക്കാളും കുറെ കൂടി ഈസിയർ ആയിട്ടുള്ളത് അസംബ്ലി കോഡ് ജനറേറ്റ് ചെയ്യാനാണ്. അസംബ്ലി കോഡ് എന്ന് പറയുന്നത് ഈസിയർ ടു ജനറേറ്റ് ആണ്. അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈസിയർ ടു ഡീബഗ് ആണ്. എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മെഷീൻ കോഡിൽ എറേഴ്സ് കണ്ടുപിടിക്കുന്നതിനേക്കാളും കുറെ കൂടി എളുപ്പം അസംബ്ലി കോഡിൽ എറേഴ്സ് കണ്ടുപിടിക്കാനാണ്. സോ നമ്മൾ ഡയറക്റ്റ് മെഷീൻ കോഡിലോട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് പകരം ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉള്ള ഒരു ലോ ലെവൽ ലാംഗ്വേജ്, അതാണ് അസംബ്ലി ലാംഗ്വേജ്. സോ ഫസ്റ്റ് അസംബ്ലി ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ടാണ് മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് പൊതുവെ എല്ലാ കമ്പൈലേഴ്സും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ തേർഡ് ഫേസ് കഴിഞ്ഞപ്പോ ഒരു റീലൊക്കേറ്റബിൾ ആയിട്ടുള്ള മെഷീൻ കോഡ് കിട്ടി. ഇനി എന്താണ് ഈ റീലൊക്കേറ്റബിൾ മെഷീൻ കോഡ് എന്ന് പറയുന്നത്? റീലൊക്കേറ്റബിൾ മെഷീൻ കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോഡ്സിനെ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. ഇത് റീലൊക്കേറ്റബിൾ ആണ്. നമുക്ക് അതിന്റെ ലൊക്കേഷൻസ് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മെമ്മറിയിൽ അതിനൊരു ഫിക്സ്ഡ് സ്പേസ് ഉണ്ടായിരിക്കില്ല. നമുക്ക് ആ മെമ്മറിയിൽ എവിടേക്ക് വേണമെങ്കിലും ഈ കോഡുകളുടെ ഓർഡർ ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ കോഡിനെയാണ് നമ്മൾ റീലൊക്കേറ്റബിൾ മെഷീൻ കോഡ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റീലൊക്കേറ്റബിൾ ആയിട്ടുള്ള കോഡ് കിട്ടിയിട്ട് കാര്യമില്ല. ആ കോഡിനെയൊക്കെ നമ്മൾ ലിങ്ക് ചെയ്ത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് കോഡ് കിട്ടണം. അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മെഷീൻ കോഡ് എന്ന് പറയുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോർത്ത് ഫേസിലാണ്. നമ്മുടെ ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ലിങ്കർ ആൻഡ് ലോഡർ, റൈറ്റ്? അപ്പൊ ഞാനിപ്പോ പറഞ്ഞ റീലൊക്കേറ്റബിൾ മെഷീൻ കോഡുകൾ എല്ലാത്തിനെയും കൂടി കണക്ട് ചെയ്ത് ഒരു ഇന്റഗ്രേറ്റഡ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ, അത് ദ ടാസ്ക് ഓഫ് ലിങ്കർ ആണ്. ലിങ്കർ ആണ് എല്ലാ കോഡുകളെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു ലാർജ് പ്രോഗ്രാം ഉണ്ട് നോക്ക്. ഇതാണ് നമ്മളുടെ മെയിൻ പ്രോഗ്രാം, ലാർജ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ ഈ പ്രോഗ്രാമിനെ നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഈ ഒരു പ്രോഗ്രാമിനെ ഹോൾ പ്രോഗ്രാം ആയിട്ടാണ് കമ്പൈലേഷൻ നടക്കുന്നതെന്ന്. പക്ഷെ ആക്ച്വലി ഇതിന് നമ്മൾ സ്മോളർ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ മൊഡ്യൂൾസിനെ ആയിരിക്കും കമ്പൈലേഷൻ നടക്കുന്നത്. അപ്പോ നമുക്ക് എന്താ കിട്ടുക? ഓരോ മൊഡ്യൂൾ കമ്പൈൽ ചെയ്ത് കഴിയുമ്പോഴും ഒരു റീലൊക്കേറ്റബിൾ ആയിട്ടുള്ള മെഷീൻ കോഡ് കിട്ടും. മെഷീൻ കോഡ് 1, മെഷീൻ കോഡ് 2, മെഷീൻ കോഡ് 3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ മെഷീൻ കോഡുകളൊക്കെ ലിങ്ക് ചെയ്ത് തിരിച്ച് ഒരു സിംഗിൾ മെഷീൻ കോഡ് ആയിട്ട് കിട്ടണം, റൈറ്റ്? അപ്പൊ ഈ ഒരു ലിങ്കിങ് ചെയ്യുന്നത് ലിങ്കർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് ആവശ്യമുള്ള കുറച്ച് ഒബ്ജക്റ്റ് ഫയൽസ്, അതുപോലെ തന്നെ കുറച്ച് ലൈബ്രറി ഫയൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ ലൈബ്രറി ഫയൽസിനെയും അതേപോലെ റീലൊക്കേറ്റബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഫയൽസ്, ഇതൊക്കെ നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫയൽസ് ആണ്. ഈ ഫയൽസിനെ ഈ പ്രോഗ്രാമിലോട്ട് ലിങ്ക് ചെയ്യുന്നത് ലിങ്കറിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലിങ്കർ ചെയ്യുന്നത്. അപ്പൊ ലിങ്കിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടണത് എന്താ? നമുക്കൊരു ഇന്റഗ്രേറ്റഡ് മെഷീൻ കോഡ് കിട്ടും. ഈ ഒരു മെഷീൻ കോഡ് എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലായിരിക്കും. നമ്മൾ .exe എന്നും പറഞ്ഞ് കാണാറില്ലേ? എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലുള്ള ഒരു പ്രോഗ്രാമിനെയാണ് നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ലിങ്കിങ്ങും ഈ ലൈബ്രറി ഫയൽസും റീലൊക്കേറ്റബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഫയൽസും ഒക്കെ ലിങ്ക് ചെയ്ത് ഈ റീലൊക്കേറ്റബിൾ ആയിട്ടുള്ള മെഷീൻ കോഡ്സിനെയൊക്കെ എല്ലാ കോഡുകളെയും ലിങ്ക് ചെയ്ത് എല്ലാം ചെയ്ത് നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഫൈനലി കിട്ടുന്ന കോഡാണ് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കോഡ്. അപ്പൊ എക്സിക്യൂട്ടബിൾ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് ലിങ്കർ ആണ്. ഇനി അങ്ങനെ ഒരു കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യണ്ടേ? എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം?
നമ്മൾ ആ കോഡിനെ പ്രൈമറി മെമ്മറിയിലോട്ടേക്ക് കൊണ്ടുവരണം. അതായത് നമ്മുടെ മെയിൻ മെമ്മറിയിലോട്ടേക്ക് കൊണ്ടുവരണം. ഈ കോഡ് ഇപ്പൊ ലിങ്കിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ കോഡ് ആക്ച്വലി ഉണ്ടാവുന്നത് സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. അപ്പൊ സെക്കൻഡറി മെമ്മറിന് നമുക്കത് പ്രൈമറി മെമ്മറി ആയ മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. കൊണ്ടുവന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ആ പ്രോഗ്രാമിനെ റൺ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ടാസ്ക് സെക്കൻഡറി മെമ്മറിന്ന് പ്രൈമറി മെമ്മറിയിലോട്ടേക്ക് പ്രോഗ്രാമിനെ ലോഡ് ചെയ്യണ ആ ഒരു ടാസ്ക് ചെയ്യുന്നത് ലോഡർ ആണ്. ക്ലിയർ? അപ്പൊ നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിങ്കിങ് ആൻഡ് ലോഡിങ് ആണ്. പ്രോഗ്രാമിന് നമ്മൾ എല്ലാ റീലൊക്കേറ്റബിൾ കോഡുകൾ തമ്മിൽ ലിങ്ക് ചെയ്യും. അതിന് ആവശ്യമുള്ള റൺ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ലൈബ്രറി ഫയൽസും റീലൊക്കേറ്റബിൾ ഒബ്ജക്ട് ഫയൽസ് എല്ലാം ആ കോഡിലോട്ടേക്ക് ലിങ്ക് ചെയ്യും. അങ്ങനെ നമുക്കൊരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് മെഷീൻ കോഡ് കിട്ടും. അത്രയും ചെയ്യുന്നത് ലിങ്കർ ആണ്. ഇനി അങ്ങനെ ഒരു അബ്സല്യൂട്ട് മെഷീൻ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലായിരിക്കും. ആ എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലുള്ള പ്രോഗ്രാമിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനെ സെക്കൻഡറി മെമ്മറിന്ന് പ്രൈമറി മെമ്മറിയിലോട്ടേക്ക് ലോഡ് ചെയ്യണം. ആ ടാസ്ക് ചെയ്യുന്നത് ലോഡർ ആണ്. ക്ലിയർ? സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു സോഴ്സ് പ്രോഗ്രാമിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ഒരു സോഴ്സ് പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? പ്രീ പ്രോസസർ, റൈറ്റ്? പ്രീ പ്രോസസർ നമ്മളുടെ സോഴ്സ് പ്രോഗ്രാമിനെ ആ പ്രോഗ്രാമിനെ പ്രീ പ്രോസസ് ചെയ്യും, എന്നിട്ട് മോഡിഫൈഡ് സോഴ്സ് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യും. പ്രീ പ്രോസസ് ചെയ്യാൻ നേരത്ത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഫയൽ ഇൻക്ലൂഷൻ, അതേപോലെ മാക്രോ എക്സ്പാൻഷൻ അല്ലെങ്കിൽ മാക്രോ പ്രോസസിങ്. ഈ രണ്ട് ടാസ്ക് ആണ് മെയിൻലി പ്രീ പ്രോസസിംഗിൽ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ മോഡിഫൈഡ് സോഴ്സ് പ്രോഗ്രാമിനെ കമ്പൈലറിലോട്ടേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. കമ്പൈലർ ഔട്ട്പുട്ട് ആയിട്ട് ഒന്നുകിൽ അസംബ്ലി ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മെഷീൻ കോഡിലുള്ള പ്രോഗ്രാമിനെ ജനറേറ്റ് ചെയ്യും. ഇനി മെഷീൻ കോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അസംബ്ലറിന് ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ഈ ഒരു റീലൊക്കേറ്റബിൾ മെഷീൻ കോഡ് ആയിരിക്കും കിട്ടുക. അപ്പൊ അതിനെ നമുക്ക് ലിങ്കർ ഓർ ലോഡറിലോട്ടേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അതല്ല കമ്പൈലർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു അസംബ്ലി പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അസംബ്ലി പ്രോഗ്രാമിനെ ഒരു അസംബ്ലറിലോട്ട് കൊടുക്കും. എന്നിട്ട് ആ അസംബ്ലർ ആണ് നമുക്ക് റീലൊക്കേറ്റബിൾ മെഷീൻ കോഡിനെ ജനറേറ്റ് ചെയ്ത് തരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്കിപ്പോ കിട്ടിയേക്കണ റീലൊക്കേറ്റബിൾ മെഷീൻ കോഡിനെ നമ്മളൊരു ലിങ്കറിലോട്ടേക്ക് അതേപോലെ ലോഡറിലോട്ടേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ലിങ്കറിലോട്ടേക്ക് ചെല്ലും. ലിങ്കർ എന്ത് ചെയ്യും? ആ കോഡുകളെ തമ്മിൽ ലിങ്ക് ചെയ്യും. അതുപോലെ ലൈബ്രറി ഫയൽസും ഒബ്ജക്ട് ഫയൽസിനെയൊക്കെ ഈ ഒരു പ്രോഗ്രാമിലോട്ടേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് അബ്സല്യൂട്ട് മെഷീൻ കോഡിനെ ജനറേറ്റ് ചെയ്യും. അതാണ് എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലുള്ള കോഡ്. ആ കോഡിനെ പ്രൈമറി മെമ്മറിയിലോട്ടേക്ക് ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ലോഡറിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടാർഗറ്റ് മെഷീൻ കോഡ്, നമുക്ക് റൺ ചെയ്യാൻ പറ്റണ ടാർഗറ്റ് മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഇത്രയാണ് ലാംഗ്വേജ് പ്രോസസിംഗ് സിസ്റ്റത്തിന്റെ വർക്കിംഗ്. അതായത് ഒരു സോഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഈ 4 സ്റ്റെപ്സ് വഴിയാണ്. സോ ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഫേസസ് ഓഫ് ദ കമ്പൈലർ വഴി കാണാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.